ബാക്കി എല്ലാരും ഉണ്ടല്ലേ? ഇനിയിപ്പോ അരി ഇടാനൊന്നും നിൽക്കണ്ട. വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ലേ ഇവിടെ? കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ? ഏ വല്യമാമയെ കണ്ടില്ലെന്നും പറഞ്ഞ് രണ്ടാക്കും വലിയ വിഷമം. എന്താണ് കൊല്ലം? എത്രയിലാ അവള്? പറയടി വല്യമാമയുടെ 3ലേക്ക്. ഇവള് പഠിക്കാൻ മിടുക്കിയ. ഇവളെയും ചേർക്കണേ ഇക്കൊല്ലം. ആ കൊല്ലം ഉണ്ണിമോനെയും ചേർക്കണം. വീട്ടിലെ ശല്യം കുറയുമല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യം ഇല്ല. ഇവള് കലാകാരിയാ, പാട്ടൊക്കെ പാടും. വല്യമാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമോളെ. ബാബാ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വോൾ രണ്ടിനും എന്നെയും ദിവാകരേട്ടനെക്കാളും ഇഷ്ടം വല്യമാമയാ. ഞാൻ പറഞ്ഞു 2 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളെ. നിന്നോട്ടെ. മക്കൾക്ക് നിക്കണോ വല്യമാമയുടെ കൂടെ? വേണ്ട. അപ്പൊ നീ പറയാറുള്ളതോ നിക്കണോന്ന്? എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടുവരണത്? ഇത്തിരി അവല് നനച്ചതാ. ആ കുട്ടികൾക്ക് കൊടുക്കണേ. വല്യമായ അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം. അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കുന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ, തിന്നോ. ആരെ ഒളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ. കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. അവളൊരു പൊട്ടിക്കാളിയെന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ട ഇനി അവിടെ ബഹളാവോ? എടുക്ക. കഴിക്കടി.